ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ റെസിപ്പിയൊന്നും അല്ല. അപ്പം നിങ്ങളെല്ലാവരും എന്തൊക്കെയായാലും കണ്ട് കാണും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് ഒരു ഹെയർ ടോണർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഹെയറിനെ കുറിച്ചിട്ടും ഞാൻ ഇത് ഉപയോഗിക്കാനുള്ള കാരണവും പറഞ്ഞുതരാം. എൻ്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് അല്ലെങ്കിൽ ഹെൽത്തി ഹെയർ ഒന്നും അല്ല. ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ബീങ് ഹെൽത്തി എന്ന് പറയാം. ഓക്കെ. ആദ്യം തന്നെ അതുകൊണ്ട് എനിക്കറിയാം ചിലർക്ക് തോന്നും, ഓ, ഈ കുട്ടിയുടെ മുടിയൊന്നും ഇത്രയും നല്ല ഹെൽത്തിയോ അല്ലെങ്കിൽ നീളമുള്ള മുടിയൊന്നും അല്ല, എന്നാലും ഹെയർ കെയർ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ എന്നെ പോലത്തെ കുറേ പേരുണ്ട് ഇപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മുടി അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാനായിട്ട്, അല്ലേ? അപ്പം അവർക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഇടുന്നത്. എൻ്റെ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 8ാം ക്ലാസ് വരെ നല്ല ഹെൽത്തിയും നല്ലൊരു മുടിയായിരുന്നു. ഓക്കെ, നല്ല ഹെൽത്തി, നല്ലതായിട്ട് നീളം പെട്ടെന്ന് വെക്കുമായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ആ, ഒത്തിരി നീട്ടാൻ തരില്ല, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയും. പിന്നെ നമുക്ക് വളർത്താമെന്ന് വെച്ചിട്ട്, അപ്പം ആ ഒരു പ്രായത്തിൽ എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8th or 9th ഒക്കെ ആയപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചെവി വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു മഷ്റൂം കട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയിൽ. കൃത്യം അറിയില്ല കേട്ടോ, ആ കട്ടിൻ്റെ പേരൊന്നും ഇപ്പം എനിക്ക്. പക്ഷെ മഷ്റൂം കട്ടാന്ന് തോന്നണോ. അപ്പം അങ്ങനെ ചെയ്തപ്പം എൻ്റെ മുടി നല്ലോണം കുറഞ്ഞു, ഇവിടം വരെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ എനിക്ക് നല്ല മുടി ഉണ്ടായിട്ടേ ഇല്ല. എപ്പോഴും ഗ്രോത്തും സ്ലോ ആയി. പിന്നെ ഒരു വല്ലാത്തൊരു മുടിയായിരുന്നു, വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്തൊരു മുടിയായിരുന്നു. എന്നാലും ഞാൻ അത്ര ബോധേഡ് അല്ലായിരുന്നു. എനിക്ക് മുടിയിനോട് വലിയ താല്പര്യമൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. മുടി നീട്ടി വളർത്തണം എന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങ് കാലം കഴിഞ്ഞു പോയി. പിന്നെ ഞാനൊരു കോളേജൊക്കെ എത്തിയപ്പോഴായിരുന്നു നമ്മുടെ ഹെയർ സ്ട്രെയിറ്റനിങ്ങിൻ്റെ ഒരു ട്രെൻഡ് തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഹെയർ സ്ട്രെയിറ്റനിങ് ആ സമയത്ത് എൻ്റെ മുടിയുടെ ലെങ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 3000-4000 ഒക്കെ വരുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഓ വേണ്ട, ഇത്രയൊക്കെ എന്തൊക്കെയായാലും അമ്മ തരില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് അന്ന് അയണിങ് ആയിരുന്നു. അയണിങ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ നമ്മുടെ കോളേജിലായാലും എന്തെങ്കിലും ഒരു ഫൺ വീക്ക് അങ്ങനത്തെ ഒക്കെ കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അതൊക്കെ വന്നുമ്പോൾ ഞാൻ പോയിട്ട് ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കുളിച്ചില്ലെങ്കിൽ 5 ദിവസം വരെ അത് അങ്ങനെ തന്നെ നിൽക്കും. അത് പക്ഷെ നമ്മൾ അത്രയും കെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു കോളേജ് ടൈം മുതലേ എൻ്റെ മുടീനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹം അല്ലേ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. ഇപ്പം മുടിക്കായാലും അത് ചെയ്യണം ഇത് ചെയ്യണം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ഇപ്പം എന്തെങ്കിലും ട്രെൻഡിൽ വരുവാണെങ്കിൽ അത് ചെയ്യണം, കളറിങ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് എത്രമാത്രം ഡാമേജ് ചെയ്യണമെന്ന് ആ സമയത്ത് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ വിചാരിക്കും, ഓ എന്താ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എന്താന്നല്ലേ. അപ്പം ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം ഹെയർ സ്ട്രെയിറ്റനിങ് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അടുത്തായിട്ട് ഞാൻ മാൾട്ടയിൽ വരുന്നതിന് മുന്നേ ഏകദേശം 1.5 വർഷം, ഇപ്പോൾ 2 വർഷം ആവാറായി ഞാൻ മാൾട്ടയിൽ വന്നിട്ട്. അപ്പം അതിൻ്റെ മുന്നും ഞാൻ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തപ്പം അവർ മുടി ഇത്രയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മുടി. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. ഇവിടുത്തെ ക്ലൈമറ്റും മാറി. ക്ലൈമറ്റ് ചേഞ്ച് ഒബ്വിയസ്ലി ഉണ്ടാവും. പ്ലസ് ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറാണ്. ഭയങ്കര ഒരു നമുക്ക് കുക്കിങ്ങിന് പോലും അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു വെള്ളമാണ് ഇവിടുത്തെ. ഓക്കെ. സോ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ മുടി നല്ല രീതിക്ക് കൊഴിയാൻ തുടങ്ങി. നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൊഴിയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഹാർഡ് വാട്ടറും പിന്നെ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ കാരണം മുടിയുടെ നല്ല രീതിക്ക്. പിന്നെ സ്ട്രെയിറ്റനിങ് കൂടെ ചെയ്തുകൊണ്ട് ഞാൻ വലുതായിട്ട് കെയറിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹെയർ ഓയിലിങ്ങോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യണ്ടായിരുന്നില്ല.
അപ്പോൾ നല്ല രീതിക്ക് കൊഴിയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തന്നെ ഞാൻ മൊട്ടയാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നെറ്റി ഒന്നാമത്തത് നല്ല നെറ്റിയുള്ള ആളാണ് ഞാൻ. അപ്പം ഹെയറും കൂടെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഇവിടുന്ന് തൊട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പ്ലസ് ഇവിടെ എൻ്റെ സ്കാൽപ്പൊക്കെ വിടർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് എൻ്റെ സ്കാൽപ്പ് കാണാമായിരുന്നു. പക്ഷേ ഇപ്പം താങ്ക് ഗോഡ് ഇതാ കണ്ടില്ലേ കുറേ കുഞ്ഞു കുഞ്ഞു മുടികളാണ്. ഈ മുടികൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണണില്ലെങ്കിൽ കണ്ടോ ഇങ്ങനെ കുഞ്ഞു 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 കുറേ മുടികൾ വരാൻ തുടങ്ങി. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഒരു ഡിഫറൻസ് ഉണ്ടായത്. ആ ഡിഫറൻസ് ഉള്ള കാരണമാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പം എന്നോട് പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയും നിൻ്റെ മുടിയെ കോഴിവാല് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് നീ വലിയ ഹെയറിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. എൻ്റെ കോഴിവാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെയാണ് ഇരിപ്പിരിക്കുന്നത്. ഇവിടുന്ന് എനിക്ക് ഈ ഒരു ലെങ്ത് കിട്ടിയത് എൻ്റെ ഇതുകൊണ്ട് തന്നെയാണ്, എൻ്റെ ഒരു എഫേർട്ട് കൊണ്ട് തന്നെയാണ്. പ്ലസ് എൻ്റെ ഇവിടം വരെ ഹെയർ ഗ്രോത്ത് ആയി തുടങ്ങിയിട്ട് എൻ്റെ നോർമൽ ഹെയർ ആയിട്ട് ഇവിടം വരെ എൻ്റെ സ്ട്രെയിറ്റനിങ് എല്ലാം പോയിട്ട് ഇവിടം വരെ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ളത് ഞാൻ വെട്ടിക്കളയാത്തത് ബിക്കോസ് ലെറ്റ് ദം ഗ്രോ. നമ്മളിത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വാല് പോലെ കിടക്കണു, ചിലർക്ക് നാണക്കേടാണ് ഇതും കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ കെട്ടുമ്പോൾ ഭംഗിയൊന്നും കാണില്ല പുറകിലിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇത് വെട്ടിക്കളയും. പക്ഷേ ഇത് വെട്ടിക്കളയാതെ അതിന് ഈ ഒരു മുടികൾ ഇവിടം വരെ എത്താൻ എന്തൊക്കെയാലും സമയം എടുക്കും. ആ സമയം നിങ്ങൾ കൊടുക്കുക. അപ്പം ആ അതൊന്ന് ഫാസ്റ്റ് ചെയ്യാനായിട്ട്, ആ പ്രൊസീജിയർ ഒന്ന് ഫാസ്റ്റൻ അപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ 1.5 വർഷമുള്ളിൽ. ആദ്യമായിട്ട് ഞാൻ 2 ടൈപ്പ് ഓഫ് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഹെയർ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഹെയർ ഓയിലാണ്. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നോട്ട് ഓൾ ഇൻഗ്രീഡിയൻസ് അതെ, ബിക്കോസ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും ഇവിടെ കിട്ടില്ല. അവൈലബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ്. സെക്കൻഡ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സീഡ് ഓയിലാണ്. അതിൻ്റെ ഉടനെ തന്നെ ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. അതും ഒരു നല്ല പോട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. അപ്പം അതൊന്ന് നല്ല എനിക്ക് നല്ല ഭയങ്കര എഫക്റ്റീവ് ഹെയർ ഓയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ടോണർ, പിന്നെ നമ്മുടെ ഫ്ലെക്സീഡ് ജെൽ മാസ്ക്. അപ്പം ഹെയർ മാസ്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹെയർ ടോണർ. ഹെയർ ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിച്ച ഉടനെ പോയിട്ട് കുളിക്കണം എന്നോ അങ്ങനെ ഒന്നുമില്ല. എവ്രി ഡേ നൈറ്റ് ടൈമിൽ ബിഫോർ യു സ്ലീപ്പ് ഹെയർ ടോണർ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആ നനവോടെ തന്നെ, ഒരു ചെറിയ നനവ് എന്തൊക്കെയായാലും ഹെയർ സ്പ്രേ ചെയ്യുമ്പോൾ കാണും. പക്ഷേ ആ ഹെയർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മുടി കെട്ടരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുടി ഒന്ന് ഒത്തിരി നമുക്ക് ഉണങ്ങിയെന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് വേണം മുടി പിന്നിയിട്ടോ, നിങ്ങൾ എങ്ങനെയാണ് മുടി ബെസ്റ്റ് ഇസ് ടു ബ്രേഡ് യുവർ ഹെയർ. അപ്പം അത് ചെയ്തിട്ട് കിടക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാം. തല കുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഹെയർ ടോണർ ഉപയോഗിക്കുമ്പോൾ അതാണ് ഒരു പ്ലസ് പോയിന്റ്. തല കുളിക്കേണ്ട ആവശ്യമില്ല. എന്നും രാത്രി നമുക്ക് ബിഫോർ യു സ്ലീപ്പ് നമുക്ക് ഈ ഹെയർ ടോണർ യൂസ് ചെയ്യാം. നമുക്ക് പലപ്പോഴും ചിലവർക്ക്, എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ എനിക്കറിയാം കുറേ പേർക്ക് എണ്ണ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. ഹെയർ ഓയിലിംഗ് വേണ്ട, എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ്, അതിനൊക്കെ മെനക്കെടാൻ ആർക്കാ സമയം എന്ന് പറയും അവർ. അപ്പം അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ ഹെയർ ടോണർ. ഇപ്പം മാർക്കറ്റിൽ കുറേ ഹെയർ ടോണേഴ്സ് ഉണ്ട്. റോസ്മെരി ടോണർ, ഹെയർ സ്പ്രേ എന്നൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി വിശ്വാസം കൂടുതലാണല്ലോ. പിന്നെ നമുക്ക് തീരുമ്പം പിന്നെയും മേടിക്കണമല്ലോ എന്നൊരു ചിന്ത വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഒരാവശ്യം ഇൻഗ്രീഡിയൻസ് മേടിച്ച് വെച്ചാൽ നമുക്ക് കുറേ യൂസിന് കാണും, കുറേ പ്രാവശ്യം ഉണ്ടാക്കാനുള്ള ഇതിൽ കാണും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഈ ഹെയർ ടോണർ ഉപയോഗിച്ച് നോക്കണം ഫോർ ഷുവർ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മുടി ഹെയർ ഗ്രോത്ത് ഫോർ ഷുവർ വരും. പിന്നെ പറയാനുള്ളത്, ഇതൊരു നാച്ചുറൽ ഹോം റെമഡിയാണ്.
ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഈ ഹോം റെമഡി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്. നല്ല രീതിയിൽ എന്നും ഉപയോഗിക്കാനുള്ള ഒരു ഇത് വേണം. ഒരു മാസം ഉപയോഗിച്ചിട്ട് അയ്യോ ഇതിനൊന്നും ഒരു ഇതില്ലല്ലോ, നമുക്ക് മാറ്റി പിടിക്കാമെന്ന് ആ ഒരു ചിന്ത വരാതെ ഒരു 3-6 മാസം, 3 to 6 months എങ്കിലും ഇത് കൺസിസ്റ്റൻ്റ്ലി ഉപയോഗിച്ചാലേ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ചിലവർക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും, ചിലർക്ക് ഡിലേ ഉണ്ടാവും. അത് നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചറും ഹെയർ എത്രത്തോളം ഡാമേജ്ഡ് ആണ് അതൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ചിലവർക്ക് ഹെയറിന് കുഴപ്പമൊന്നുമില്ല എന്നാലും ഹെയർ ഫോൾ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല ഇൻ ദ സെൻസ് ഹെയർ വലിയതായിട്ട് ഡാമേജ്ഡ് ഒന്നും അല്ല, അവർ ഒരിക്കലും കളറിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ചില കാരണവശാൽ അവർക്ക് ഹെയർ ഫോൾ ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് പിടിച്ചേക്കാം. ചിലർക്ക് ഈ സ്ട്രൈറ്റനിങ്ങും കളറിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയർ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് കുറച്ച് സമയം എടുത്തേക്കാം. അപ്പം ഇതൊക്കെ ഓരോ സമയത്തിനനുസരിച്ച് നമ്മുടെ ഓരോ ഹെയറിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഇത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നത്തെ കാര്യം വേണ്ടത് പേഷ്യൻസ് ആണ്. സെയിം കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ് ഗോ ലോങ്. അപ്പം അത് പേഷ്യൻ്റായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക. പിന്നെ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ, പിന്നെ ഇതിനകത്ത് കുറച്ച് നമ്മൾ സ്പൈസസ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചിലവർക്ക് ചില ഇൻഗ്രീഡിയൻസ് കുറച്ച് എന്താ പറയുക ഇതായിട്ട് തോന്നാം, ഓ ഇത് ചിലപ്പം എനിക്ക് പറ്റിയില്ലെങ്കിലോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഡു എ പാച്ച് ടെസ്റ്റ്. എല്ലാവർക്കും എല്ലാം ഹോം റെമഡി ആയാൽ പോലും എല്ലാവർക്കും എല്ലാം യോജിച്ചു എന്ന് വരില്ല. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പാച്ച് ടെസ്റ്റ് ആണ്. ഹെയർ സ്പ്രേ ആയാലും ഈ നമ്മുടെ ചെവിയുടെ ബാക്കിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അതോടെ സ്റ്റോപ്പ് ചെയ്യുക. സോ ഐ വുഡ് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ആദ്യം നോക്കുക, എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് നോക്കുക. ഇൻ കേസ് അത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ദെൻ യു ആർ ഗുഡ് ടു ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഹെയർ ടോണർ സ്റ്റോപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അലർജി ഉണ്ടാവും. സോ ഓൾവേസ് ഡു എ പാച്ച് ടെസ്റ്റ് ബിഫോർ ട്രൈയിങ്. അപ്പം അതെല്ലാവരും ഓർത്ത് വെക്കുക കേട്ടോ. അത് പിന്നെ നമുക്ക് ഈ ഹെയർ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് പ്രൊസീജിയറിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ ഹെയർ ടോണർ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഗ്ലാസ് അര ഗ്ലാസ് ഓളം ആക്കി എടുക്കണം. അപ്പോൾ ഈ ഹെയർ ടോണർ ഞാനൊരു 2 ആഴ്ചത്തേക്ക് വേണ്ടി ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പം ഈ ഹെയർ ടോണർ സെയിം ഞാൻ മാസ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ആദ്യം തന്നെ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു അര ടീസ്പൂണോളം ചായപ്പൊടിയാണ് കേട്ടോ. ടീ പൗഡർ ആദ്യം ഞാൻ പറഞ്ഞേക്കാം, ഇറ്റ്സ് വെരി ഗുഡ് ടു സ്ട്രെങ്തൻ യുവർ ഹെയർ. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ ടീ പൗഡർ. അത് കഴിഞ്ഞിട്ട് ഞാൻ അരേഷ് ടീസ്പൂണോളം നമ്മുടെ അരി, അതേപോലെ തന്നെ ഉലുവ, പിന്നെ നമ്മുടെ കരിഞ്ജീരകം അതായത് കലോഞ്ചി സീഡ്സ് എല്ലാം കൂടെ അര ടീസ്പൂണോളം എടുത്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഗുണങ്ങൾ എടുത്തു പറയണമെന്ന്. എല്ലാവർക്കും ഈ 3 ഗുണത്തിനെയും കുറിച്ച് അറിയാം. ഇത് എസ്പെഷ്യലി നമ്മുടെ ഈ ഫൈൻ ആയിട്ടുള്ള ഹെയർ, നല്ലോണം ഹെയർ ഫോൾ ഉള്ളവർക്ക് ഒക്കെ നമുക്കൊന്ന് ഹെയർ തിക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ഹെയർ റൂട്ട്സിനെ നല്ലോണം സ്ട്രോങ് ചെയ്യാനുമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെ ഞാൻ ഇടാൻ പോണത് നമ്മുടെ എല്ലാവരെയും ഇപ്പം എല്ലാവർക്കും അറിയാം റോസ്മെരിയുടെ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പം റോസ്മെരി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. മിനോക്സിലിൻ്റെ അത്രയും തന്നെ ഇഫക്റ്റീവ് ആണെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മെരി. ആക്ച്വലി ഞാൻ ഇത് ഇവിടെ വന്നിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. എനിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് റോസ്മെരി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ എല്ലാം ഇൻഗ്രീഡിയൻസും ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഈ റോസ്മെരി ഒക്കെ ഇപ്പം നമുക്ക് ആമസോൺ പോലത്തെ ഓൺലൈൻ വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പം ഒരാഴ്ച മേടിച്ച് വെച്ച് നമുക്കിത് ഒത്തിരി തവണ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി കാണും. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ക്യാമറ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചെടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. കുറച്ച് വീഡിയോ
ക്വാളിറ്റി എനിക്കറിയാം അത്ര പോരാ. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഞാൻ എന്തൊക്കെയായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ദാ നമ്മൾ റോസ്‌മെറി കുറച്ചിട്ടു. നെക്സ്റ്റ് നമ്മുടെ വൺ ഓഫ് ദ സ്ട്രോങ് ഇൻഗ്രീഡിയൻ്റ് ആണ് ജിഞ്ചർ. ഓക്കെ. ജിഞ്ചറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം കുഞ്ഞു പീസ്. പിന്നെ ദാ 3 ക്ലോവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നല്ല രീതിക്ക് ബോയിൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു 2 പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. വേണമെങ്കിൽ ഇത് അവോയ്ഡും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ ക്ലോവ്സും ഒരു 2 പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഉള്ളിത്തൊലിയാണ്. നമ്മുടെ ഓനിയൻ പീൽ. ഓനിയൻ പീൽ ഹാസ് എ ലോട്ട് ഓഫ് സൾഫർ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇയും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഓനിയൻ പീൽ. നമ്മളെപ്പോഴും കളയാറല്ല ഉള്ളത്. പക്ഷെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും വളരെ ഉപകാരപ്പെട്ട ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം. ഈ ഓനിയൻ പീലിൻ്റെ മാത്രമായിട്ട് എണ്ണ പോലും കാച്ചിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഈ ഓണിയൻ പീൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഇതിനകത്തോട്ട് ഇടാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത് അടിച്ചു വെച്ചിട്ട് വേണം നമുക്ക് തിളപ്പിക്കാനായിട്ട്. എന്താ വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം അല്ലെങ്കിൽ പുറത്തോട്ട് ഓസൗട്ടായിട്ട് പോവും. സോറി. അപ്പം ഇത് നല്ലോണം അടിച്ചു വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എന്താ തോന്നിട്ട് നല്ലോണം ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിന് 1/2 ഗ്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും നിങ്ങൾ നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചിട്ട് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അടിച്ചു വെച്ച് തിളപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം പോവും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എൻ്റെ മുടിക്ക് ഉപയോഗിക്കാനായിട്ട് ഞാൻ ദാ ഇങ്ങനെ ഒരു ഹെയർ സ്പ്രേ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അത്യാവശ്യം 2 ആഴ്ച ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും കേട്ടോ. പിന്നെ തേക്കണേന് കുറച്ച് മുന്നായിട്ട് എടുത്ത് പുറത്ത് വെച്ച്